പാലക്കാട് അത്യുഷ്ണം അതിൻ്റെ കടുത്ത അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണല്ലേ. കാരണം 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് കഴിഞ്ഞ ഒരാഴ്ചയിലേറെ പാലക്കാട് രേഖപ്പെടുത്തുന്ന താപനില എന്ന് പറയുന്നത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം 2 പേർ കുഴഞ്ഞു മരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പല രീതിയിലുള്ള കുടിവെള്ള പ്രശ്നമായാലും ഈ മൃഗങ്ങൾക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയായാലും ജനങ്ങൾക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയായാലും വേനൽ മഴ ലഭിക്കാത്ത അവസ്ഥയായാലും പല രീതിയിലാണ് പാലക്കാടിനെ ഈ ചൂട് ബാധിക്കുന്നത്. എന്തൊക്കെ തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. കാരണം ചൂടിനൊരു ശമനവുമില്ല എന്ന് ഗുഡ് മോർണിംഗിൽ തന്നെ സച്ചിൻ പറയുകയുണ്ടായി. വിൻഷ, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചക്ക് മേലെയായി ഭയങ്കര ചൂട് തന്നെയാണ് പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പാലക്കാട് ജില്ലയിൽ ചൂട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രേഖപ്പെടുത്തുന്നതെങ്കിലും ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള വെതർ സ്റ്റേഷനുകളിൽ 45 ഡിഗ്രി വരെ ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പാലക്കാട് ജില്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പൊള്ളുന്ന ഒരു ജില്ലയായി മാറിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ഭീകരമായ അവസ്ഥ തന്നെയാണ് പാലക്കാട് നിലനിൽക്കുന്നത്. കാരണം നമ്മൾ മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകളോട് ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും നൽകിയിട്ടുണ്ട്. വലിയൊരു ചൂടാണ് പകൽ സമയങ്ങളിൽ പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ അനുഭവപ്പെടുന്ന ചൂടിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വരെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടക്കം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ തന്നെ അവധിക്കാല ക്യാമ്പുകൾ നടക്കുന്ന സ്ഥലങ്ങൾ, മദ്രസകൾ തുടങ്ങിയ മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും, പൊതുകേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകൾ തുടങ്ങിയ മേഖലകളിലെല്ലാം തദ്ദേശ വകുപ്പിനോട് ജില്ലാ കളക്ടർ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുടിവെള്ള സൗകര്യം ഒരുക്കണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരുന്നത്. തണ്ണീർപന്തൽ ഒരുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ NGOകൾ അടക്കമുള്ള യൂണിയനുകൾ ചേർന്ന് തണ്ണീർപന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ളൊരു മുൻകരുതൽ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ നിലനിൽക്കുന്നത്. മാത്രമല്ല, വയോധികർ, അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ, ഗർഭിണികൾ തുടങ്ങിയവർ വീട്ടിലാണെങ്കിൽ പോലും ജാഗ്രത പാലിക്കണം. അത്തരത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നുകയാണെങ്കിൽ അവരെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ നൽകണം തുടങ്ങിയ കാര്യങ്ങളും പാലക്കാട് ജില്ലയിൽ മുൻകരുതലിൻ്റെ ഭാഗമായി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ദാരുണമായ 2 മരണങ്ങൾ സംഭവിച്ചിരുന്നു. മണ്ണാർക്കാടാണ് 2 മരണങ്ങളും സംഭവിച്ചത് എന്നതിലും വലിയൊരു ദുഃഖം ഉണ്ട്. കാരണം മണ്ണാർക്കാട് രാവിലെ ജോലിക്ക് പോകുകയായിരുന്ന 56 വയസ്സുള്ള സരോജിനി എന്ന സ്ത്രീയും യുവാവായ ശബരീഷുമാണ് ഇന്നലെ മരണപ്പെട്ടത്. ഇരുവരുടെയും മരണ കാരണം സൂര്യാതാപം ഏറ്റാണോ എന്നതിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇരുവരും രാവിലെയാണ് ഒരു 10 മണിയോടുകൂടിയാണ് കുഴഞ്ഞു വീഴുന്നത്. 2 പേരും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ സൂര്യാഘാതമാണോ എന്ന് സ്ഥിരീകരിക്കുകയുള്ളൂ. അതിനു മുൻപ് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പോളിംഗ് സ്റ്റേഷനുകളിൽ വെച്ച് 3 പേര് കുഴഞ്ഞു വീണ് മരണപ്പെട്ടിരുന്നു. പാലക്കാട് ജില്ലയിൽ ഇതുവരെ സൂര്യാതാപമേറ്റ് 3 പേരാണ് മരണപ്പെട്ടത് ഔദ്യോഗികമായി കണക്ക് പ്രകാരം. ഇന്നലെ മരിച്ചവരുടെ കണക്ക് കൂടെ വരികയാണെങ്കിൽ അത് 5 ആയി മാറും. അത്തരത്തിൽ വലിയൊരു ഭീകരമായ അവസ്ഥ തന്നെയാണ് പാലക്കാട് നിലനിൽക്കുന്നത്. കൂടാതെ പാലക്കാട് ജില്ലയിൽ അവധിക്കാലത്ത് മലമ്പുഴ, അതുപോലെ തന്നെ നെല്ലിയാമ്പതി, അട്ടപ്പാടി തുടങ്ങിയ മേഖലകളിൽ വിനോദസഞ്ചാരികളുടെ വലിയൊരു ഒഴുക്കുണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തവണ ആ കാഴ്ച ആകെ മാറിയിരിക്കുകയാണ്. കാരണം ചൂട് കാരണം പാലക്കാട് ജില്ലയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് നിലച്ചിരിക്കുകയാണ്. അട്ടപ്പാടി, നെല്ലിയാമ്പതി തുടങ്ങിയ മേഖലകളിൽ പോലും ഉഷ്ണം ആണ് എന്ന ഒരു റിപ്പോർട്ടാണ് അവിടെയുള്ള ആളുകളിൽ നിന്ന് കിട്ടിയത്. എന്നാൽ അട്ടപ്പാടിക്ക് കുളിരേകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിൽ തമിഴ്നാട് അപ്പർ ഭവാനി ഡാം തുറന്നിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് അട്ടപ്പാടിയിൽ നിവാസികൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള കർഷകർക്കും ഒരു അനുകൂല സാഹചര്യം ഉണ്ടായി. കാരണം ഭവാനി പുഴ നിറഞ്ഞൊഴുകിയതിലൂടെ അവിടെ ഒരു കുളിരേകുന്ന കാഴ്ചയും നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അവിടെയുള്ള കുടിവെള്ള പ്രശ്നമടക്കം ഒരു പ്രാഥമികമായി പരിഹരിക്കാൻ വേണ്ടി അപ്പർ ഭവാനി തുറന്നതോടുകൂടെ സാധിച്ചിട്ടുണ്ട്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ വെതർ സ്റ്റേഷനുകളിൽ 45 ഡിഗ്രി വരെ ചൂട് രേഖപ്പെടുത്തിയതിനാൽ വലിയൊരു ആശങ്ക തന്നെ പാലക്കാട് ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. വിനിഷ.